വിജയദശമി ആയതുകൊണ്ട് തന്നെ തലേന്ന് നമ്മൾ അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മാളു ഇതേ കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ കുളി പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചടപടയെന്ന് എന്റെ കുളിയൊക്കെ കഴിഞ്ഞോട്ടെ. പിന്നെ ഞാൻ മുടി ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുത്തുട്ടോ. കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാന്ന് വിചാരിച്ചു. ഫേസിൽ ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് എൻവൈബയുടെ ഒരു സ്ട്രോപ്പ് ക്രീമാണ്. ഇതിട്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയിട്ട് അത്രയും ഗ്ലോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഇൻസ്റ്റന്റ് ഗ്ലോ തരാൻ വേണ്ടിയിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് ഉപയോഗിക്കട്ടെ. നമ്മുടെ ഫേസിൽ നല്ല രീതിക്ക് ബ്ലെൻഡ് ആവുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എൻവൈബയുടെ തന്നെ 3-in-1 സെറം ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇത് നമ്മുടെ ഫേസിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കവറേജ് ആണ് തരുന്നത്. അതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് തന്നെ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയ രീതിക്ക് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു, പൊട്ടൊക്കെ തൊട്ട് കമ്മലൊക്കെ ഇട്ട് ഫുൾ സെറ്റ് ആയിട്ടോ. ഞാൻ ഈ സ്ട്രോപ്പ് ക്രീമിന്റെ വലിയൊരു ഫാൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചെടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി എന്റെ മൂക്കിലും കവിളത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു ഗ്ലോ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ മേക്കപ്പ് ഒന്ന് സെറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻവൈബയുടെ ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തു. ഇത് നമ്മുടെ മേക്കപ്പ് ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്ത് ഇരിക്കാൻ വേണ്ടി നന്നായി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ അവസാനിച്ചു. നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല തകൃതിയായ മഴ. അങ്ങനെ ഞാനും ആളും കൂടിയിട്ട് എന്താക്കുമെന്ന് വിചാരിച്ച് കുറച്ച് നേരം ഇങ്ങനെ നിന്നു കേട്ടോ. പക്ഷെ ഇനി നിന്നാൽ നമ്മൾ നന്നായി ലേറ്റ് ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുടയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ആളും കൂടി കുടയൊക്കെ നിവർത്തി അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ മഴ കുറയണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നടക്കുന്നത്. കാരണം മഴ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാവും കേട്ടോ. അങ്ങനെ മഴ നമ്മളെ ചതിച്ചുകൂട്ടാ. നമുക്ക് കുറച്ച് ദൂരം നടക്കാണ്ട് അമ്പലത്തിലേക്ക്. അങ്ങനെ നല്ല മഴ കാരണം വീഡിയോസ് നമുക്ക് കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി നന്നായി പ്രാർത്ഥിച്ചു. മാളുവിൻ്റെ ബുക്കൊക്കെ എടുത്തു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് മഴ കിട്ടിയില്ല കേട്ടോ. പിന്നെ പോരണ വഴിക്ക് ഞങ്ങളുടെ റിലേറ്റീവ്സിന്റെ വീടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് അവിടേക്കൊക്കെ ഒന്ന് കയറി കേട്ടോ. ഇതെന്റെ വെലിച്ചിന്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ണി വന്നിട്ടുണ്ട്. ഉണ്ണിയുടെ 90 ആവാറായി. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ പ്രസവമൊക്കെ കഴിഞ്ഞ് കൂട്ടി കൊണ്ടുവരുന്നത്. എന്റെ ചേട്ടൻ്റെ ഉണ്ണിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണീനെ ആദ്യമായിട്ട് കാണേണ്ട എക്സൈറ്റ്മെന്റ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇവനൊക്കെ കളിപ്പിച്ചിട്ട് അവിടെ വലിയമ്മയുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ലാസ്റ്റ് വലിയമ്മയുടെ അടുത്ത് പോവാന്നൊക്കെ പറഞ്ഞ് ടാറ്റ പറഞ്ഞിട്ട് ഞാനും ആളും കൂടിയിട്ട് വീണ്ടും വീട്ടിലേക്ക് ഇറങ്ങിട്ടോ. അങ്ങനെ ഇത്രയും നേരം അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും എന്റെ മേക്കപ്പിന് ഒരു കോട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വീട്ടിലെത്തിയിട്ടും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്ത മേക്കപ്പ് പ്രോഡക്റ്റ് നമ്മുടെ പർപ്പിളിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ ഇവിടെ QR കോഡ് കൊടുക്കാം. അത് സ്കാൻ ചെയ്താൽ മതി. ദീപാവലി സെയിൽ നടക്കണോണ്ട് തന്നെ എൻവൈബയുടെ എല്ലാ പ്രൊഡക്ട്സിനും ഇപ്പോൾ 60% ഓഫേഴ്സ് ഉണ്ട് കേട്ടോ.